ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നവംബർ 21 ഇന്ന് തിരുസഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കാഴ്ചവെപ്പിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. അഥവാ പരിശുദ്ധ കന്യാമറിയത്തെ വിശുദ്ധ അന്നയും ജോവാക്യമും ദേവാലയത്തിൽ സമർപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ തിരുനാള്. ഈ തിരുനാളിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏകദേശം AD 543 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ബസിലിക്കയുടെ പ്രതിഷ്ഠയുടെ സമയത്താണ് ഈ തിരുനാള് ആരംഭിച്ചത് എന്ന് ചരിത്രം പറയുന്നു. പൗരസ്ത്യ സഭയിലും ഈ തിരുനാളുകൾ ആഘോഷിച്ചു പോന്നിരുന്നു. പിന്നീട് 1974 ഔദ്യോഗികമായിട്ട് സഭയിലേക്ക് പോൾ 6 പാപ്പ കൊണ്ടുവരിക. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12 അധ്യായം 46 മുതൽ 50 വരെയുള്ള വചനങ്ങളാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈശോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്ത് കാത്തു നിൽക്കുന്നു. അത് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഈശോയോട് പറയുന്നു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന്. എന്നാൽ ഈശോ അതിന് ഉത്തരം നൽകുക ഇപ്രകാരമാണ്: സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ച് പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ച അമ്മയാണ്. പരിശുദ്ധ അമ്മയെ അന്നയും ജോവാക്യമും ദേവാലയത്തിൽ സമർപ്പിക്കുക കുഞ്ഞുനാൾ മുതലാണ്. ഓരോ കുഞ്ഞും ദേവാലയത്തിൽ പോയി അവിടുത്തെ വേദഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ആരാധനയിലെ പാട്ടുകളും മറ്റു ദേവാലയത്തിലെ കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ തൻ്റെ മാതാപിതാക്കന്മാരെ സമർപ്പിച്ചു. ആ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതോടൊപ്പം പരിശുദ്ധ അമ്മയെ ദൈവമാതാവിലേക്കുള്ള വഴി നടത്തുന്നതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയായിരുന്നു. AD 431 നടന്ന എഫ്യൂസസ് കൗൺസിലിൽ മറിയം ദൈവമാതാവാണ് എന്നുകൂടി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതിനുള്ള മുന്നോടിയായിട്ട് ദൈവം ക്രമീകരിച്ചതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്. പാപമേൽക്കാതെ തന്നെ ആദ്യം മുതൽ ജനിച്ചവളാണ്. പരിശുദ്ധ അമ്മയെ ദൈവകുമാരനെ പിറക്കാനുള്ള ഒരിടമായി ദൈവം ഒരുക്കി. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം, നാം എല്ലാവരും മാമോദീസയിലൂടെ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി വരും തലമുറയെ നമ്മളും മാമോദീസയിലൂടെയും ദൈവത്തിന് കൊടുക്കും. പരിശുദ്ധ അമ്മയെ അന്നയും ജോവാക്യമും ദൈവത്തിന് സമർപ്പിച്ചതുപോലെ പരിശുദ്ധ അമ്മയും തൻ്റെ ദൈവകുമാരനെ ദേവാലയത്തിൽ സമർപ്പിച്ചത് നാം സുവിശേഷത്തിൽ വായിക്കാറുണ്ട്. നമ്മളെല്ലാവരും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ്. അതിനാൽ ദൈവത്തിൻ്റെ ഹിതങ്ങളോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം നമുക്കും ആവശ്യമാണ്. പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ സമർപ്പിച്ച് അന്നയും ജോവാക്യമും വളർത്തിയപ്പോൾ ആ ഒരു ചൈതന്യവും തീക്ഷ്ണതയും പരിശുദ്ധ അമ്മ തൻ്റെ ദൈവകുമാരന് പകർന്നു കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ലഭിച്ച വിശ്വാസവും നമുക്ക് ലഭിച്ച മാമോദീസയും നമ്മുടെ മാതാപിതാക്കന്മാർ തന്നതാണ്. ഇനി വരും തലമുറയ്ക്കും നമുക്കും ഈ വിശ്വാസം പകർന്നു കൊടുക്കാം. ഇന്ന് പലപ്പോഴും വിശ്വാസരാഹിത്യത്തിലേക്ക് കടന്നു ചെല്ലുന്ന തലമുറ പിറന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമില്ല, ദൈവവിശ്വാസം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് നാം നമ്മുടെ ക്രിസ്തീയ വിശ്വാസം ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യകതയുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ഞാൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം നാം നേടിയെടുക്കണം. അത് വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ വചനങ്ങൾ പറയുന്നതിലും അവിടുന്ന് നൽകുന്ന മൂല്യങ്ങൾ ജീവിക്കുന്നതിലും അവിടത്തോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള ബലം നാം കാണിക്കണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. കാരണം പരിശുദ്ധ അമ്മ തൻ്റെ മക്കളെ എല്ലാവരെയും ദൈവത്തിന് സമർപ്പിച്ചവളാണ്. ദൈവകുമാരൻ്റെ അമ്മയായ ദൈവമാതാവായ പരിശുദ്ധ മറിയത്തോട് നമുക്കും അപേക്ഷിക്കാം, അമ്മേ ഞങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കണമേ.
ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന അവസ്ഥകളിൽ അമ്മ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ദൈവം സമൃദ്ധമായി ഏവരെയും അനുഗ്രഹിക്കട്ടെ.